ഹായ് ഹലോ, ഇറ്റ്സ് മീ റൈസ റിയാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളവിടെയൊക്കെ നല്ലോണം മഴയൊക്കെ പെയ്തു. ഇതുവരെ ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. ഇപ്പോൾ മഴ പെയ്തപ്പോൾ ഇപ്പോഴും ചൂട് തന്നെയാണ്. ഒരു ആവി പോലെ നമുക്ക് തോന്നുകയാണ്. ഇത്രയും ദിവസം ഇങ്ങനെ വെയിലായിട്ട് ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ തണുക്കുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് ഒരു 5 മണി ആയി തുടങ്ങിയിട്ടുണ്ട്. 4:45 ആയിട്ടുണ്ട് ടൈം. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരത്തെ നമ്മളെ പരിപാടികൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാം. വൈകുന്നേരത്തെ ചായക്ക് ഞാൻ ചക്കപ്പൊരി ആക്കിയിട്ടുണ്ട്. ഇത് ചിപ്സ് പോലുള്ളൊരു സാധനമാണ്. പച്ചച്ചക്ക വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇത് ഷാസുട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉറക്കമൊക്കെ എണീറ്റ് വന്നിട്ട് ചക്കപ്പൊരിയും കൂട്ടിയിട്ട് ചായ കുടിക്കണേ. തൈരിലിരുന്ന് തന്നെ കുടിക്കണം എന്ന് വാശിടിച്ചപ്പോൾ തൈരിലിരുന്നിട്ടാണ് ഇപ്പോൾ കുടിക്കേണ്ടത്. ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. സാധാരണ മുറ്റത്തൊക്കെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കലാണ് പതിവ്. ഇന്ന് നമ്മുടെ അയൽവക്കത്തുള്ളൊരു കുട്ടീനെ കണ്ടപ്പോൾ നമ്മളെ അടുത്ത് തന്നെ ഒരു പുഴ ഉണ്ട്. ആ പുഴയിൽ വെള്ളമൊക്കെ വറ്റി കിടക്കായിരുന്നു. അവിടെ വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങളതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഷാസുട്ടനും സീബേബും കൂടെ. ഇതിപ്പോൾ ഏകദേശം നമ്മൾ പുഴൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, തോണിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇത് പുഴൻ്റെ അപ്പുറത്താണ്. അപ്പുറത്തല്ല, അക്കരയെന്നല്ല പറയാം, അക്കരയിലാണ് നിർത്തിയിട്ടിട്ടുള്ളത്. 2 തോണി ഉണ്ടായിരുന്നു. കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പുഴ ഒന്നുകൂടി നല്ല രീതിയിൽ കാണാൻ പറ്റും. കാരണം അവിടെ ഒരു കടവുണ്ട്. നമ്മളിപ്പോൾ കടവിക്ക് പോവുകയാണ്. കുളിക്കാനും അലക്കാനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ളൊരു ഏരിയ ആണിത്. ഈ ഒരു പടി നമ്മളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇത് ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയൊരു സംഭവമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയൊക്കെ വെള്ളം ഉണ്ടാവലുണ്ട് മഴക്കാലത്ത്. അവിടെ അത് അലക്കാനുള്ള കല്ലാണ്. ഏകദേശം വെള്ളത്തിൻ്റെ അടുത്ത് വരെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയിട്ടില്ല. കാരണം നല്ല ചളി ഉണ്ടായിരുന്നു. കാലൊക്കെ താഴ്ന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവും. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആ പുഴൻ്റെ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നേരം മാത്രമേ ഞങ്ങൾ നിന്നിട്ടുള്ളായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീബേബിനൊക്കെ ആയിട്ട് വന്നതല്ലേ, ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നേരത്തേക്ക് വന്നാൽ കുറച്ച് നേരമൊക്കെ ഇവിടെ നിൽക്കായിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. പിന്നെ കൂടുതലൊന്നും നമ്മൾ അവിടെ നിന്നിട്ട് ചുറ്റിത്തിരിയാതെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.